നന്ദു ആ പേഴ്സ് കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. അതിനിടയിൽ ഒരു പബ്ലിക് ബൂത്തിൽ കയറി വിസിറ്റിംഗ് കാർഡിലുണ്ടായിരുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. അവളുടെ കയ്യിൽ അന്നേരം നാട്ടിലെ സിം കാർഡ് ഇല്ലായിരുന്നു. ആദ്യം ഫുൾ റിങ് ചെയ്ത് കോൾ കട്ടായി. അവൾ വീണ്ടും ശ്രമിച്ചു. രണ്ടാമത്തെ തവണ കൃഷ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇത് കൃഷ് മേനോനല്ലേ? ഒരു പെൺസ്വരവും അതിൻ്റെ കൂടെ സ്ക്രീനിൽ പബ്ലിക് ബൂത്തിലെ നമ്പറും കൂടി തെളിഞ്ഞതും കൃഷ്ണ പെരുത്ത് കയറി. നാട്ടിലേക്ക് കാലെടുത്ത് വെച്ചില്ല. അപ്പം തുടങ്ങി ഇവളുമാരുടെ സൂക്കേട്. വെച്ചിട്ട് പോടി എന്നും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തതും അവനാ പറഞ്ഞത് നന്ദുവിന് അത്ര പിടിച്ചില്ല. അത് ശരി, സഹായിക്കാമെന്ന ഞാനിപ്പോൾ ആരായി? വെച്ചിട്ട് പോടീന്നാ? നീ ആരാടാ പട്ടി എന്നെ പോടീന്ന് വിളിക്കാൻ? ശരിയാക്കി തരാം എന്ന് മനസ്സിൽ പറഞ്ഞവൾ വീണ്ടും കോൾ ചെയ്തു. നീ ആരാടാ എന്നെ പോടീന്ന് വിളിക്കാൻ? കോൾ അറ്റൻഡ് ചെയ്ത പാടെ കൃഷ് കേട്ടത് ഇതാണ്. അത് കേട്ടതും അവൻ ചെറുതായൊന്ന് പതറി. നീ ആരാടി പുല്ലേ? കൃഷ് തിരിച്ചു ചോദിച്ചു. നിന്റെ കുഞ്ഞമ്മ. എൻ്റെ കുഞ്ഞമ്മ പണ്ടേ ആവിയായി പോയതാടി കോപ്പേ. കോപ്പേന്നാ? ഡോ, മര്യാദക്ക് സംസാരിക്കണം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാടി? ഞാൻ ആരാണെന്നല്ലേ പറഞ്ഞു തരാം. കുറച്ച് UAE ദിർഹം അടക്കം കൃഷ് മേനോൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടങ്ങുന്ന മൾബറി പേഴ്സേ ഇപ്പം എൻ്റെ കയ്യിലാണ്. ഇപ്പം മനസ്സിലായോ സേട്ടാ ഞാൻ ആരാണെന്ന്? അന്നേരം കൃഷ് തൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് നോക്കി. അന്നേരം അവൻ്റെ പോക്കറ്റിൽ പേഴ്സ് ഇല്ലായിരുന്നു. അയ്യോ, എൻ്റെ പേഴ്സ്! കൃഷ് അറിയാതെ പറഞ്ഞുപോയി. ഡി കള്ളി, എൻ്റെ പേഴ്സ് അടിച്ച് മാറ്റിയല്ലേ? കള്ളി നിൻ്റെ കെട്ടിയോളാടാ. ഡി എൻ്റെ പേഴ്സ് എനിക്കിപ്പം കിട്ടണം. തരാൻ സൗകര്യമില്ല, താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുകയെന്നും പറഞ്ഞ് നന്ദു കോൾ അവസാനിപ്പിച്ചു. അവിടെ നിന്ന് പോയി. കൃഷ് തിരിച്ച് വിളിച്ചപ്പോഴാണ് അറിയുന്നത് അതൊരു പബ്ലിക് ബൂത്താണെന്ന്. നന്ദു ഒരു ക്യാബ് പിടിച്ചു തൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു. അച്ഛനും അമ്മയും ദുബായിലായതിനാൽ നന്ദു അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയില്ല. അവിടെ ദുബായിൽ സ്കൂളിലെ വിൻ്റർ വെക്കേഷൻ ആയിരുന്നു. ഡിസംബർ പകുതി തൊട്ട് ജനുവരി 5 വരെയായിരുന്നു വെക്കേഷൻ. തറവാട്ടിൽ കസിൻസിനൊപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയാണ് നന്ദു വന്നത്. കൃഷി ഇപ്പോൾ 3rd ഇയർ BBA ആണ്. കോളേജിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് മൈൻഡൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ദുബായിലുള്ള അവൻ്റെ ചെറിയച്ഛൻ്റെ അരികിലേക്ക് പോയി തിരിച്ചു വന്നതാണ് അവൻ. തൻ്റെ പേഴ്സ് ഇനി എങ്ങനെ തിരിച്ചു കിട്ടും എന്ന ചിന്തയിലാണ് കൃഷ്. ആള് കുറച്ചങ്ങോട്ട് വിഷമിക്കട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്നും നന്ദ വിചാരിച്ചു. അതിനിടയിൽ നന്ദ ചെറിയച്ഛനൊപ്പം തൻ്റെ വീട്ടിൽ പോയി തൻ്റെ അച്ഛൻ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് വന്നപ്പോൾ സമ്മാനിച്ച ബുള്ളറ്റ് തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നന്ദു തൻ്റെ ചെറിയച്ഛൻ്റെ മകളുടെ കൂടെ ബുള്ളറ്റിൽ അങ്ങ് കറങ്ങലോട് കറങ്ങൽ. കുട്ടിക്ക് ലൈസൻസ് ഇല്ലാട്ടോ. ലൈസൻസ് ഇല്ലാതെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, ഉഫ്. 2 ദിവസത്തിന് ശേഷം ഇരുവരും ഒരു മാളിൽ ചെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ വെച്ച് നന്ദ വീണ്ടും കൃഷ്ണനെ കാണുന്നത്. അന്നേരം അവൾ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടത് അവൾ പെട്ടെന്ന് തൻ്റെ മാസ്ക് ധരിച്ചു. അതിനിടയിലാണ് തൊട്ടരികിലെ ടെലിഫോൺ ബൂത്ത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാൽവിൻ ക്ലൈനിനെ ഒന്ന് ചൊറിഞ്ഞിട്ട് വരാമെന്ന് മനസ്സിൽ കരുതി തൻ്റെ കസിനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവളെ കോൾ ചെയ്യാൻ വേണ്ടി ടെലിഫോൺ ബൂത്തിനകത്ത് കയറി. ശേഷം കൃഷിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. കൃഷ് അപ്പോഴും നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെയുണ്ട്. പുള്ളി ആരെയോ വെയിറ്റ് ചെയ്യുവാണെന്ന് തോന്നുന്നു. നന്ദുവിന് അവനെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. കൃഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ആരാ? കൃഷ് ചോദിച്ചു. ഇത് ഞാനാ. ഞാനെന്ന് വെച്ചാ? കൃഷിൻ്റെ സ്വരത്തിൽ ഗൗരവം. എടോ, ഞാനാണെന്ന്. തൻ്റെ പേഴ്സേ കളഞ്ഞു കിട്ടിയത് എനിക്കാണ്. ഇപ്പം മനസ്സിലായോ? ഇത് കേട്ടതും കൃഷ്ണ ചൊറിഞ്ഞു കയറി വന്നതാണ്. പിന്നെ അവന് ആത്മസംയമനം പാലിച്ചു. മനസ്സിലായി. അതേ കുട്ടി, ദയവ് ചെയ്തേ എൻ്റെ പേഴ്സ് എനിക്ക് തിരിച്ചു തരണം പ്ലീസ്. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതിലാണെന്ന്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനെ എന്നെ ഇന്നലെ പോലീസ് പൊക്കിയിരുന്നു. കൃഷ് മാന്യമായ ഭാഷയിൽ പറഞ്ഞു. എങ്ങനെ പറയാതിരിക്കും, ആവശ്യം തൻ്റേതാണല്ലോ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ എത്താൻ പോയി പുതിയൊരെണ്ണം എടുക്ക്, നന്ദ പറഞ്ഞു. ഇത് കേട്ടതും കൃഷ് പല്ല് ഞെരിച്ചു. ചോദിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരാനേ RTO അവിടെ ലൈസൻസ് ഉപ്പിലിട്ട് വെച്ചിരിക്കുവാണല്ലോ. കൃഷ് പ്രത്യേക ഇനത്തിൽ പറഞ്ഞത് കേട്ടതും നന്ദു അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ആ ചിരി ഫോണിലൂടെ കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അവന് തോന്നിപ്പോയി. എടോ കൃഷ് മേനോനെ, തന്നോട് ഉപ്പിലിട്ട ലൈസൻസ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. താൻ പോയി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കടോ. പേരെന്താന്നാ പറഞ്ഞേ? കൃഷ് ചോദിച്ചു. പറഞ്ഞില്ലല്ലോ, എന്നാ പറ. എൻ്റെ പേര്. എന്താ പേരില്ലേ? ഉണ്ടടോ.
അന്നേരമാണ് മുല്ലപ്പൂ ചൂടി ഒരു ചേച്ചി പുറത്തുകൂടെ പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്നേരം അവളുടെ മനസ്സിലൊരു പേര് തെളിഞ്ഞു. എൻ്റെ പേരേ മുല്ല. മുല്ല. കൊള്ളാം. കാട്ടുമുല്ലയാണോ അതോ നാട്ടുമുല്ലയോ? രണ്ടും അല്ല, വിദേശമുല്ലയാ. ഓ, ഫോറിൻ ജാസ്മിൻ. പക്ഷേ സംസാരം കേട്ടാ വെറും ലോക്കലാണെന്നേ പറയൂ. ഡോ ഉള്ളത് പറഞ്ഞപ്പോൾ കണ്ടാ ദേ തന്നെ കൂതറയായി. എന്തേലും ആവട്ടെ, മുല്ല ഒരു കാര്യം ചെയ്യ്, എൻ്റെ ലൈസൻസിങ് തന്നേര്, ബാക്കിയൊക്കെ വേണേ താനെടുത്തോ. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇത്തിരി മെനയാന്നേ. എനിക്കെങ്ങും വേണ്ട തൻ്റെ ഉണക്ക പേഴ്സ്. ഉണക്ക പേഴ്സോ? അത് ബ്രാൻഡഡ് ആണ്, മൾബറി. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, അപ്പം അറിയാം മൾബറിയുടെ പവർ. മൾബറി ആയാലും ശരി, ബ്ലൂബെറി ആയാലും ശരി, എനിക്ക് തൻ്റെ പേഴ്സും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ തിരിച്ചു തന്നേക്കാം. എന്നാ ഇപ്പം തരാൻ പറ്റുമോ? ക്രിഷ് ചോദിച്ചു. അയ്യോ, അത് പറ്റില്ല, ഞാനിപ്പോൾ ഒരുപാട് ദൂരെയാ. ഒരുപാട് ദൂരെ എന്ന് വെച്ചാൽ? ഒരുപാട് ദൂരെ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ. നാളെ തരാം. അല്ല, താൻ ഇതെവിടെ നിന്നാണ് വിളിക്കണേ? തൻ്റെ കയ്യിൽ മൊബൈൽ ഫോണൊന്നുമില്ലേ? തൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് തന്നേ. ഹലോ ഹലോ, എന്തുവാ? കേൾക്കണില്ല എന്നും പറഞ്ഞ് നന്ദ് കോൾ കട്ട് ചെയ്ത് സ്കൂട്ടായി. കോൾ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി മാസ്കിൻ്റെയും ക്യാപ്പിൻ്റെയും കൂടെ കൂളിംഗ് ഗ്ലാസും കൂടി വെച്ച് കൃഷിൻ്റെ മുന്നിൽ കൂടി നടന്നുപോയി. അന്നേരം അവനൊന്ന് പാളി നോക്കി. ഒരു നിമിഷം നന്ദുവിൻ്റെ ഉള്ളിൽ ചെറുതായി സ്പാർക്ക് അടിച്ചോന്നൊരു സംശയം. അവൾ ഒന്നുകൂടെ അവനെ തിരിഞ്ഞു നോക്കി. അടിച്ചു. ഇത്തവണ ശരിക്കും അടിച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അവിടെ നിന്ന് ഒരാഴ്ചയോളം നന്ദ് പല പല സ്ഥലത്തു നിന്നും അവന് കോൾ ചെയ്തു സംസാരിച്ചു, അവനെ വട്ടുപിടിപ്പിച്ചു. മൊബൈലിൽ നിന്ന് വിളിച്ചാൽ തന്നെ അവൻ പൊക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനിടയിൽ നന്ദു കുത്തിയിരുന്ന് കൃഷിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തപ്പിപ്പിടിച്ചു. മുല്ല എന്ന അക്കൗണ്ട് ഉണ്ടാക്കി DP ആയി മുല്ലപ്പൂവിൻ്റെ പടവും വെച്ച് അതിൽ നിന്ന് അവനൊരു ഹായ് വിട്ടു. കൂടെ അവൻ്റെ പേഴ്സിൻ്റെ ഫോട്ടോയും. മെസ്സേജ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവൻ തിരിച്ചു റിപ്ലൈ നൽകി. പിന്നെ ഇരുവരും സ്ഥിരമായി ചാറ്റിംഗ് ആരംഭിച്ചു. എൻ്റെ മുല്ലപ്പൂവേ, ആ ലൈസൻസ് എപ്പോൾ തരും? അല്ലെങ്കിൽ വേണ്ട, തൻ്റെ വീടിൻ്റെ അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇത് കൃഷിൻ്റെ മെസ്സേജ് ആയിരുന്നു. അതൊന്നും പറ്റില്ല, എൻ്റെ ഡാഡ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, താൻ വന്നാൽ ശരിയാവില്ല. ഡാഡ? കൃഷ് തിരിച്ചു ചോദിച്ചു. മൈ ഡാഡ്. ഓ, സോ സാഡ്. കൃഷിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ അവൾക്ക് ചിരിയും വരുന്നുണ്ട്. എൻ്റെ കയ്യിലെ ഒരു ഫോൺ പോലും ഇല്ല, അതല്ലേ ഞാൻ പുറത്തുനിന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ അമ്മയുടെ ഫോണാ. നന്ദു തട്ടിവിട്ടു. തൻ്റെ ശരിക്കുള്ള പേരെന്താ? ഞാൻ പറഞ്ഞല്ലോ മുല്ലയെന്ന്. എൻ്റെ അമ്മയുടെ നേർച്ചയായിരുന്നു, പെൺകുട്ടി ഉണ്ടായ മുല്ല എന്ന പേരിടണമെന്ന്. വല്ലാതെ നേർച്ച തന്നെ. അല്ല, നേർച്ച കൊച്ചിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ തന്നോട് ചാറ്റ് ചെയ്യുന്നു. ഓ, ഫ്രഷ്. അല്ല, താൻ എന്ത് ചെയ്യുന്നു? ഞാൻ തന്നോട് ചാറ്റ് ചെയ്യുന്നു. ഈ ആൻസർ ഞാൻ പ്രതീക്ഷിച്ചു. ഓ, ഭയങ്കരം. ഞാൻ പഠിക്കുവാടോ, ഡിഗ്രി 3rd ഇയർ. കൃഷ് സെൻഡ് ബട്ടൺ അമർത്തി. എവിടെയാ? നന്ദു തിരിച്ചു മെസ്സേജ് അയച്ചു. പഠിക്കണതേ വലിയതോ സ്ഥലത്താ. അതെവിടെയാന്നാ ചോദിച്ചത്. അതല്ലേ പറഞ്ഞത്, വലിയതോ സ്ഥലത്താന്ന്. കൃഷും വിട്ടില്ല. ഓ, പഠിക്കുന്നുണ്ടല്ലോ, ഹൈറ്, പോടാ. മുല്ലപ്പൂവിന് ചളിയടിച്ചു കഴിഞ്ഞോ? എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എടോ കൃഷ് മേനോനെ ഒന്ന് പറഞ്ഞിട്ട് പോ, എവിടെയാ പഠിക്കുന്നത്? ഞാൻ CSM. എന്തിനാ പഠിക്കുന്നത്? ചുമ്മാ ടൈം പാസിനാ. ഞാൻ നല്ലോണം ഉഴപ്പും, പക്ഷേ സപ്ലി ഒന്നുമില്ല. എടാ ഉഴപ്പാ, അതല്ല ഏത് ബാച്ചാണെന്ന്. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ ആണ് മോളെ മുല്ലപ്പൂവേ? താനേ ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. സൗകര്യമില്ല, തൻ്റെ ഫോൺ നമ്പർ ആദ്യം താ, എന്നാ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഡാഡ സ്ട്രിക്റ്റ് ആണെന്ന്. പിന്നെ ഞാനതങ്ങ് വിശ്വസിച്ചിരിക്കുവാണല്ലോ. പോടി മുല്ലപ്പൂവേ. ഓ, ആയിക്കോട്ടെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് നോട്ട് ലീസ്റ്റ്. സിംഗിൾ ഓർ കമ്മിറ്റഡ്? നന്ദുവിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്തിനാ? അല്ല, ചുമ്മാ. നിന്റെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത് തിരിച്ചു ചോദിക്കട്ടെ? എന്ത്? ആർ യു സിംഗിൾ ഓർ കമ്മിറ്റഡ്? എടോ, എനിക്കതിനുള്ള പ്രായമൊന്നും ആയില്ലെന്ന്. ഐ ആം ജസ്റ്റ് 16 year old. എനിക്കത് ധാരാളം, കൃഷ് പറഞ്ഞു. എങ്ങനെ? കേട്ടില്ല. കേൾക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എൻ്റെ പേഴ്സ് എവിടുന്നാ കിട്ടിയേ? അതൊക്കെ കിട്ടി.
എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉം, അന്നേരം തന്നെ ഈ കൃഷിനോടെ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു. ഇത് കേട്ടതും കൃഷിൻ്റെ മുഖത്ത് പുഞ്ചിരി മുട്ടിട്ടു. ഓക്കെ മുല്ലപ്പൂവ്, ബൈ, ഗുഡ് നൈറ്റ്. സംഭവം കത്തിയിട്ടും കൃഷ് പിടികൊടുത്തില്ല. പ്ലീസ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്നേ. അന്നേരം കൃഷ് ക്വസ്റ്റ്യൻ മാർക്ക് സെൻഡ് ചെയ്തു. സിംഗിൾ ഓർ കമ്മിറ്റഡ്? നന്ദു വീണ്ടും ചോദിച്ചു. യെസ്, നൗ ഐ ആം സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ. അത്രയും പറഞ്ഞവൻ മെസ്സേജ് അവസാനിപ്പിച്ചപ്പോൾ നന്ദു അത് വായിച്ചു സന്തോഷത്തോടെ ബെഡിലേക്ക് മലർന്നു വീഴുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും പ്രണയ നാളുകളായിരുന്നു. പക്ഷെ അപ്പോഴവൻ അവളെ പിടികൊടുത്തില്ല. ഇപ്പോഴും അവൻ്റെ പേഴ്സും ലൈസൻസും അവളുടെ കയ്യിലാണ്. പിന്നീട് അവളോട് അത് പുഴുങ്ങി തിന്നാൻ പറഞ്ഞിട്ട് അവൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇതിനിടയിൽ അവളുടെ വെക്കേഷൻ കഴിഞ്ഞു. അച്ഛനും അമ്മയും തിരികെ വിളിക്കുന്നുണ്ടായാലും അവൾ ഓരോരോ കാരണങ്ങളുണ്ടാക്കി മടക്കയാത്ര നീട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ആവുമ്പോൾ മിക്ക ദിവസവും അവൾ അവനറിയാതെ അവനെ ഫോളോ ചെയ്ത് തൻ്റെ സ്ഥിരം കോസ്റ്റ്യൂമിൽ അവൻ്റെ തൊട്ടരികെ നിന്നുകൊണ്ട് അവനെ മതി വരോളം അങ്ങ് നോക്കി നിൽക്കും. തിരിച്ചു പോയാൽ അവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന ടെൻഷനായിരുന്നു അവളിൽ. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. ഇരുവരും തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധത്തിൽ അടുത്തു. മുന്നോട്ടുള്ള ജീവിതം ഒരുമിച്ചായിരിക്കണമെന്ന് ഇരുവരും ഒരുമിച്ച് തീരുമാനിച്ചു. എന്ത് വന്നാലും നിന്നെ മറന്നു മറ്റൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് കൃഷ് അവൾക്ക് ഉറപ്പ് നൽകി. അടുത്ത ആഴ്ച വാലന്റൈൻസ് ഡേ ആണ്. അന്ന് ഞാൻ തൻ്റെ മുന്നിൽ വരുമെന്ന് നന്ദ കൃഷിന് ഉറപ്പ് നൽകി. അന്ന് അവനോട് താൻ ആരാണെന്ന് തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചുപോയി ആ ഇയർ കംപ്ലീറ്റ് ചെയ്ത് +2 നാട്ടിൽ ചെയ്യാനായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ നാളെയാണ് ഇരുവരും ഏറെ കാത്തിരുന്ന ആ വാലന്റൈൻസ് ഡേ. രാത്രിയിൽ ഇരുവരും പതിവ് പോലെ മെസ്സേജ് ചെയ്യുവാണ്. നിൻ്റെ കയ്യിൽ ചുവന്ന ഡ്രസ്സ് ഉണ്ടോ? ഒരു റെഡ് ഫ്രോക്ക് ഉണ്ട്. നന്ദു മെസ്സേജ് അയച്ചു. എങ്കിൽ നാളെ അതിട്ടാൽ മതി. ശരി, നന്ദു തിരിച്ച് മെസ്സേജ് അയച്ചു. ഞാൻ എങ്ങനെ നിന്നെ തിരിച്ചറിയും? നാളെ മരീന ബീച്ചിൽ ചുവന്ന ഡ്രസ്സിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനമായിരിക്കും. എന്നാൽ ഞാൻ മുല്ല എന്ന പ്ലക്കാർഡും മേടിച്ചു നിൽക്കാം. എന്തേ? പൊടി, നീ നിൻ്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യും. ഞാൻ എത്ര നാളായി നിന്നോട് ചോദിക്കുന്നു. ശരി, തന്നേക്കാം. നന്ദുവിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ കൃഷിൻ്റെ മുഖം വിടർന്നു. അടുത്ത നിമിഷം ഒരു ഇമേജ് റിസീവായി. അതിൻ്റെ അടുത്ത നിമിഷം തന്നെ അത് ഡൗൺലോഡുമായി. ഒരു സുന്ദരിയായ കൗമാരക്കാരുടെ ഫോട്ടോ പ്രതീക്ഷിച്ച് അവന് കിട്ടിയതോ 2-3 വയസ്സ് പ്രായമുള്ള കുഞ്ഞു നന്ദുവിൻ്റെ ഫോട്ടോയും. അവനൊരു കലിപ്പ് ഇമോജി സെൻഡ് ചെയ്തു. അപ്പോൾ തിരികെ അവൾ ഇങ്ങനെയുള്ള ഇമോജി സെൻഡ് ചെയ്തു. കുട്ടിമുല്ലയെ എനിക്കിഷ്ടമായി. കൃഷ് മെസ്സേജ് അയച്ചു. കുറ്റിമുല്ലയോ? നന്ദു തിരികെ ചോദിച്ചു. കുറ്റിമുല്ല അല്ല, കുട്ടിമുല്ല. കൃഷ് മറുപടി അയച്ചു. എന്നാൽ വലിയ മുല്ലയെ നാളെ കാണാവേ. ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ടു. ഇരുവരും മെസ്സേജ് അവസാനിപ്പിച്ചു. നാളത്തെ പുലരിയെ സ്വപ്നം കണ്ട് നേത്രയെ പുൽകി. പിറ്റേന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഇരുവരും തമ്മിലുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബുള്ളറ്റിൽ റെഡ് ഫ്രോക്ക് ഇട്ട് ഹൈവേയിലൂടെ പോയാലുള്ള പബ്ലിക് റിയാക്ഷൻ അറിയാവുന്ന നന്ദു ചുവന്ന ഫ്രോക്ക് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതുമല്ല, ചുവന്ന ഫ്രോക്കിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ചെറിയച്ചന്മാർ കയ്യോടെ പൊക്കും. അതുകൊണ്ട് ചുവന്ന ടീഷർട്ടിൽ ഒതുക്കാം. തൽക്കാലം അവനോട് പറയണ്ട, അവന് വിഷമാവും എന്ന് കരുതി നന്ദു അവനോട് പറയാൻ നിന്നില്ല. ജീൻസിൻ്റെ കൂടെ ചുവന്ന ടീഷർട്ട് ധരിച്ചു, കൂടെ ക്യാപ്പും വെച്ചു. ബുള്ളറ്റ് ഓടിക്കാൻ നേരം ഹെൽമെറ്റ് വെച്ചാൽ 4 ആളെ എങ്ങനെ തന്നെ തിരിച്ചറിയും? തനിക്കെങ്ങനെ പട്ടി ഷോ കാണിക്കാൻ പറ്റും എന്നോർത്തവൾ ഹെൽമെറ്റ് വെക്കാതെ 1.5 ലുക്കിൽ അവിടെ നിന്ന് ഇറങ്ങി. ബുള്ളറ്റിൻ്റെ സൈഡിലെ കുഞ്ഞു സ്റ്റോറേജ് ബോക്സിൽ അവൻ്റെ പേഴ്സ്, തൻ്റെ ഫോൺ, കൂടെ അവൾ തന്നെ ദിവസങ്ങളോളം കുത്തിയിരുന്നുണ്ടാക്കിയ വാലന്റൈൻ കാർഡ് എന്നിവ ഭദ്രമായി വെച്ച് ലോക്ക് ചെയ്ത് മരീന ബീച്ച് ലക്ഷ്യം വെച്ച് നീങ്ങി. ഇതിനിടയിലാണ് വഴിയിൽ വെച്ച് ചുവന്ന റോസാപ്പൂക്കൾ വിൽക്കുന്ന ചേച്ചി അവൾ കാണുന്നത്. വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റോസാപ്പൂക്കൾ വാങ്ങിച്ചു. അതിനെ മണത്ത് നോക്കി. അത് കൃഷ്ണ സമ്മാനിക്കുന്നത് സ്വപ്നവും കണ്ട് റോഡ് ക്രോസ് ചെയ്യവെയാണ് അവൾ ഒരു കാർ വന്നിരിക്കുന്നത്. അവളുടെ കയ്യിലെ റോസാപ്പൂക്കൾ റോഡിൽ ചിന്നിച്ചിതറി. ഒപ്പം അവൾ ചോരയിൽ കുളിച്ചു റോഡരികിൽ കിടന്നു. ആൾക്കാരൊക്കെയും ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ മുല്ലയുടെ വരവും പ്രതീക്ഷിച്ച് കൃഷ് മരീന ബീച്ചിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കൃഷിൻ്റെ പേരും വിളിച്ച് ICUവിൽ നിന്നും നന്ദ ഉറക്കെ നിലവിളിച്ചു. ഭാഗികമായി നഷ്ടപ്പെട്ട തൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നന്ദ തൻ്റെ കയ്യിലെ ക്യാനുല വലിച്ചൂരി അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി. നഴ്സുമാർ ചേർന്ന് അവളെ പിടിച്ചു വെച്ചിട്ടും അവൾ കേട്ടില്ല. ഒടുവിൽ അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തി. അച്ഛ, എനിക്ക് കൃഷ്ണനെ കാണണം. അച്ഛ, എൻ്റെ പഴയ ബുള്ളറ്റ് എവിടെ? എനിക്കത് വേണം അച്ഛ, പ്ലീസ് അച്ഛ. എൻ്റെ ബുള്ളറ്റ് എവിടെ?
അതെവിടെയാണെന്ന് പറ അച്ഛാ, എനിക്കത് കിട്ടിയേ തീരൂ, എനിക്കത് വേണം, പറ അച്ഛാ. വാ പോവാം, നമുക്ക് വീട്ടിലേക്ക് പോവാം അച്ഛാ, എനിക്കെൻ്റെ ബുള്ളറ്റ് വേണം, ഇപ്പം വേണം. ഭ്രാന്തിയെ പോലെ ഓരോന്ന് പുലമ്പുന്നവളെ കണ്ട് അച്ഛൻ വേദനയോടെ നോക്കി. അച്ഛാ, എനിക്കിപ്പോൾ എല്ലാം ഓർക്കാം അച്ഛാ. ആ ബുള്ളറ്റ് എവിടെയാ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പ്ലീസ് എവിടെയാന്ന് പറ. എനിക്ക് ഓടിക്കാനല്ല, അതിൽ എൻ്റെ ഒരു സാധനം ഉള്ളതാ. പോവാം, നമുക്ക് പോവാം, മോളൊന്ന് സമാധാനപ്പെട്, ഞാൻ ഡോക്ടറുടെ അനുവാദം വാങ്ങിച്ചോട്ടെ എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ അവളെ സമാധാനിപ്പിച്ചിരുത്തി. പാർവതി പറഞ്ഞതും ചെയ്തതുമായ കള്ളങ്ങൾ ഓർക്കവേ ICUവിലെ ബെഡിലിരിക്കുന്ന നന്ദുവിൻ്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കൃഷിൻ്റെ പേഴ്സും തൻ്റെ ആ പഴയ ഫോണും കണ്ടെത്തണം. അതുമായി കൃഷിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയണം, ഞാനാണ് നിൻ്റെ മുല്ലയെന്ന്. അവൻ അന്നേരം ഒരുപാട് സന്തോഷമാവും. എന്നിട്ട് അവനോട് തനിക്ക് എന്താണ് പറ്റിയതെന്ന് തുറന്ന് പറയണം. അന്നേരത്തെ അവൻ്റെ മുഖത്തെ സന്തോഷം തനിക്ക് നേരിട്ട് കാണണം. ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കവേ നന്ദുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ആ പാർവതിക്കും അവളുടെ അമ്മയ്ക്കൊട്ട് ശരിക്കൊന്ന് കൊടുക്കണം. നന്ദുവിൻ്റെ കണ്ണിൽ അന്നേരം അവരെ ചുട്ട് ചാമ്പലാക്കാൻ പറ്റുന്ന തരത്തിൽ അഗ്നി എരിഞ്ഞു. ഇതേ സമയം കൃഷ് തൻ്റെ മുറിയിലെ ബെഡിലിരുന്ന് നന്ദു തിരികെ നൽകിയ മോതിരത്തിലേക്ക് കണ്ണും നട്ടിരിപ്പാണ്. അവളുടെ ഇന്നലത്തെ കരച്ചിൽ അവൻ്റെ കൺമുന്നിൽ ഇപ്പോഴും തെളിയുന്നത് പോലെ. തനിക്ക് വേണ്ടിയാണ് അവൾ ഇന്നലെ അതുപോലൊരു തീരുമാനം എടുത്തത് എന്നറിയാവുന്ന കൃഷ് ഇന്നലെ മുതൽ അവളെ വിളിക്കുകയാണ്. ഇതുവരെയായിട്ടും അവൾ ഫോൺ എടുത്തില്ലായിരുന്നു. നന്ദുവിൻ്റെ അച്ഛനെ വിളിക്കാൻ അവനെന്തോ വല്ലാത്തൊരു മനപ്രയാസം. അവരൊക്കെ തന്നെക്കുറിച്ച് എന്ത് കരുതി കാണും എന്നൊരു തോന്നൽ. അവൻ വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് ട്രൈ ചെയ്ത് കൊണ്ടിരുന്നു. അന്നേരം അവളുടെ ഫോൺ വീട്ടിലെ തറയിൽ കിടന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനവളെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഫോണെടുത്ത് അവളുടെ ഫോട്ടോസ് നോക്കുന്നതിനിടയിലാണ് ഇന്നലെ അവളുടെ ഫോണിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത കുഞ്ഞു നന്ദയുടെ ഫോട്ടോയിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നത്. ഇന്നലെ തൊട്ടുള്ള തോന്നലാണ് ആ ഫോട്ടോയിലെ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. എത്ര ആലോചിച്ചിട്ടും അവൻ ഒരു പിടുത്തവുമില്ലായിരുന്നു. അവൻ കണ്ണുകൾ ഇറകെ പൂട്ടി വീണ്ടും ആലോചിച്ചു നോക്കി. കുട്ടിമുല്ലയെ എനിക്കൊരുപാട് ഇഷ്ടമായി. ആ ഒരു ഡയലോഗ് മനസ്സിലേക്ക് ഓടിയെത്തിയതും കൃഷിൻ്റെ ഹൃദയം ഒരു നിമിഷം വിറച്ചു പോയിരുന്നു. യെസ്, അതെന്നെ. പക്ഷെ എങ്ങനെ ഉറപ്പിക്കും? ആ ഫോണിപ്പോൾ തൻ്റെ കയ്യിലില്ലല്ലോ. ആ ഫോൺ നന്ദയുടെ കൈ തന്നെ ആയിരിക്കോ? ആയിരിക്കില്ലേ? അല്ലെങ്കിൽ അതെവിടെ പോയി? അവൻ സ്വയമേ അത് മറഞ്ഞു തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞു. കൃഷിൻ്റെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ പാർവതിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഒടുവിൽ അവൻ മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി. ഇതേ സമയം കൃഷിൻ്റെ അച്ഛൻ പാർവതിയുടെ അച്ഛനുമായി ചിലത് സംസാരിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. മുറിയുടെ ഡോറിനരികിൽ എത്തിയതും അകത്തു നിന്നും ശോഭയുടെയും പാർവതിയുടെയും ചിരിയും സംസാരവും കേൾക്കാം. എന്നാലും അമ്മ വല്ലാത്തൊരു അമ്മ തന്നെ. ഈ ഡ്രാമയ്ക്ക് വേണ്ടി എനിക്ക് വെയിൻ കട്ട് ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പിടിച്ചു വെച്ചല്ലേ എൻ്റെ കയ്യിൽ മുറിവുണ്ടാക്കിയ. എന്തൊരു വേദനയാ. അന്നേരം എൻ്റെ വെയിൻ എങ്ങാനും കട്ടായി എനിക്ക് വല്ലതും പറ്റിയിരുന്നേലോ. പാർവതി അമ്മയെ നോക്കി പറഞ്ഞു. ഓ, എന്തോന്ന് പറ്റാൻ, ഒന്നും പറ്റില്ല. ഒന്നുമില്ലേലും എൻ്റെ ഈ ബുദ്ധി കൊണ്ടല്ലേ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയേ. കുറച്ച് വേദനിച്ചാൽ എൻ്റെ കോടികളല്ലേ കിട്ടാൻ പോണത്. കൂടെ ചുളുവിൽ ഒരു സുന്ദരൻ പയ്യനെയും. അത് കേട്ടപ്പോൾ പാർവതിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അമ്മയുടെ ബുദ്ധി സമ്മതിച്ചു. ഒപ്പം മാമനും കൂടി ചേർന്നപ്പോൾ സംഭവം കൊഴുത്തു. അല്ല അമ്മ, കൃഷ്ണൻ്റെ ആ ഫോൺ എവിടെ? അതെങ്ങാനും അവൻ കണ്ട പിന്നെ തീർന്നു. ഞാനല്ല മുല്ലയെന്നും ഈ ഫോൺ അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ ഇതൊക്കെയും ചെയ്ത് കൂട്ടിയതെന്നങ്ങനെ അവനെ അറിഞ്ഞ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല. കൂടെ അമ്മയും. നീ പേടിക്കാതെ മോളെ, ആരും ഒന്നും അറിയാൻ പോണില്ല. ആ ഫോൺ ദേ എൻ്റെ ബാഗിലെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ, ശരിക്കും ആരായിരിക്കും ഈ മുല്ല? ആരായാലും നമുക്കെന്താ, നമുക്ക് നമ്മുടെ കാര്യം നടന്നല്ലോ. ആ ചെക്കൻ ഇപ്പോഴും വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ഇനി അതിനുള്ള പണിയാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റന്നാളത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിലും വേണ്ടില്ല, പെട്ടെന്ന് നടത്തണം. ഈ വിവാഹം നടന്ന ഉടനെ നിന്റെ അപ്പച്ചിയെ സോപ്പിട്ട് സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലാക്കാനുള്ള വഴി നീ കണ്ടെത്തിക്കോണം, ശോഭ നിഗൂഢമായ ഭാവത്തോടെ പറഞ്ഞു. അത് ഞാൻ ഏറ്റു അമ്മ. അവരൊരു മണ്ടിയാ, എന്നെ വലിയ കാര്യ. എന്നിട്ട് വേണം രണ്ടിനെയും അവിടെ നിന്ന് അടിച്ചിറക്കാൻ. പ്രത്യേകിച്ച് ആ തന്തയെ, അയാൾക്കെന്നെ പിടിക്കില്ല പോലും. പാർവതിയുടെ മുഖത്തും ക്രൂരമായ ചിരി വിരിഞ്ഞു. ഇതൊക്കെയും കേട്ട് നിന്ന കൃഷ്ണൻ്റെ അച്ഛൻ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ശേഷം കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അച്ഛൻ അവിടെ തന്നെ നിൽക്ക്, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും.
രണ്ടിനെയും ഒരുമിച്ച് പൂട്ടാനുള്ള പൂട്ടും കൊണ്ടാണ് ഞാൻ വരുന്നത് എന്നും പറഞ്ഞ് നിഗൂഢമായ ചിരിയോടെ ക്രിഷ് കോൾ അവസാനിപ്പിച്ചു. ശേഷം ആരെയോ വിളിച്ച് സംസാരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ക്രിഷ് ഹോസ്പിറ്റലിലെത്തി അച്ഛനുമായി സംസാരിച്ചു. ശേഷം ഇരുവരും അവിടെ തങ്ങൾക്ക് പരിചയമുള്ള നേഴ്സ് ലതയുമായി എന്തൊക്കെയോ സംസാരിച്ചു. അവരുടെ കയ്യിൽ ഒരു പൊതി ഏൽപ്പിച്ചു. പാർവതി കിടക്കുന്ന മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. കൂട്ടിന് മറ്റൊരു നേഴ്സും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് പുറത്തു നിന്നേ, പേഷ്യൻറ്റിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യണം എന്നും പറഞ്ഞ് ശോഭയെ പുറത്തിറക്കിയപ്പോൾ ഞാനകത്തുണ്ടായപ്പോൾ എന്താ എന്നും പ്രാഗിക്കൊണ്ട് ശോഭ പുറത്തിറങ്ങി. മറ്റേ നേഴ്സ് പാർവതിയുടെ മുറിവ് ക്ലീൻ ചെയ്യുമ്പോൾ ലത പാർവതിയുടെ ശ്രദ്ധ പതിയാത്ത രീതിയിൽ ശോഭയുടെ ബാഗിൽ ക്രിഷ് ഏൽപ്പിച്ച പൊതി കുത്തി തിരുകി. തങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയപ്പോൾ ശോഭ അകത്ത് കയറി ഡോറടച്ചു. കുറച്ച് കഴിഞ്ഞ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ശോഭ ഡോർ തുറന്നത്. ഡോർ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നു ക്രിഷും അച്ഛനും. ക്രിഷിൻ്റെയും മേനോൻ്റെയും കൂടെ 2 പോലീസുകാരുണ്ടായിരുന്നു. ഐ ആം DCP ജെയിംസ് വർഗീസ്. നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ക്രിഷ് മേനോൻ്റെ 1.5 ലക്ഷം വിലയുള്ള ഐഫോൺ നിങ്ങൾ മോഷ്ടിച്ചെന്നാണ് പരാതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മുറി ഒന്ന് സെർച്ച് ചെയ്യണം. ഇത് കേട്ടതും ശോഭയുടെ മുഖം വിളറി വെളുത്തു.